യോശുവ അധ്യായം 19. രണ്ടാമത്തെ നറുക്ക് ശിമയോന് കുടുംബം കുടുംബമായി ശിമയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർഷേബ, ഷേബ, മോലാദ, ഹസാർ ഷൂവാൽ, ബാല, ഏസൻ, എൽത്തോലദ്, ബേഥൂൽ, ഹോർമ, സിക്ലാഗ്, ബേത് മർക്കാബോത്ത്, ഹസർ സൂസ, ബേത് ലബായോത്ത്, ഷാരൂഖൻ, ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അയീൻ, റിമ്മോൻ, ഏഥർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലാത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ശിമയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരീത്ത് വരെ ആയിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബ്ബേശത്ത് വരെ ചെന്ന് യോഗ്നയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരീതിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോത്ത് താബോരിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബെരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫരിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നെയ്യ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാഥോന്റെ വടക്കുവശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹല്ലാൽ, ഷിമ്രോൺ, ഇദല, ബേത്ലഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. നാലാമത്തെ നറുക്ക് ഇസ്സാഹാറിന് കുടുംബം കുടുംബമായി ഇസ്സാഹാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രയേൽ, കെസുല്ലോത്ത്, ശൂനേം, ഹഫാരയീം, ഷിയോൻ, അനാഹരാത്ത്, രബീത്ത്, കിശ്വൻ, ഏബസ്, രേമത്ത്, ഏൻ ഗന്നീം, ഏൻ ഗദ്ദ, ബേത് പസേസ് എന്നിവ ആയിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത് ഷേമഷ് എന്നിവയിൽ എത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസ്സാഹാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേതൻ, അക്ഷാഫ്, അല്ലമേലക്, അമാദ്, മിഷാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിന്റെ നേരെ ബേത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലൂനിലും ബേത് ഏമെക്കിലും നെയിയേലിലും ഇഫ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൾ, ഹെബ്രോൺ, രഹോബ്, ഹമ്മോൻ, ഖാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമായിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്, രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബം കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ ഹേലഫും സാനന്നീമിലെ കരുവേലകവും തുടങ്ങി അദാമി നേക്കെബിലും യബ്നോലിലും കൂടി ലക്കൂം വരെ ചെന്ന് യോർദാങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോക്കിലേക്ക് ചെന്ന്
തെക്കുവശത്ത് സെബൂലൂനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർദാന്യ യഹൂദായോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, സെർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നരോത്ത്, അദമ, രാമ, ഹാസോർ, കേദശ്, എദ്രെയി, ഏൻ ഹാസോർ, ഇരോൺ, മിഗ്ദൽ ഏൽ, ഹൊരേം, ബേത് അനാത്ത്, ബേത് ഷെമെഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സൊര, എസ്തായോൽ, ഈർഷേമഷ്, ഷാലബീൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽതെക്കെ, ഗിബ്ബത്തോൻ, ബാലാത്ത്, ഇഹൂദ്, ബെനെബെരാക്ക്, ഗത്ത് റിമ്മോൻ, മേയർകോൻ, രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവും ആയിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലേശമിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു. ലേശമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്നു പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രയീം മലനാട്ടിലുള്ള തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു.